SD ഇൻഡെക്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സ്ക്രീൻ പ്രിൻറ്റിംഗ് ഒന്ന് പഠിച്ചാലോ. സ്ക്രീൻ പ്രിൻറ്റിംഗ് എങ്ങനെയാണ്, അത് എങ്ങനെ ചെയ്യാം, പുതിയതായൊരു നമുക്ക് സ്ക്രീൻ പ്രിൻറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയലാണ്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ വീഡിയോ അല്പം ലെങ്ത് കൂടുതലായതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് ഞാൻ ഇതിനെ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ 2 പാർട്ടും കാണുക. സ്ക്രീൻ പ്രിൻറ്റിങ്ങിനെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. സ്ക്രീൻ പ്രിൻറ്റിങ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എൻ്റെ അറിവിൽ 1990 കാലഘട്ടങ്ങളിൽ ഇതിന് വളരെയേറെ പ്രചാരമുണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു. അന്ന് പഠിക്കുന്ന കുട്ടികൾ നമ്മൾ ഫീസ് കൊടുത്ത് ഇതിനൊരു ജോബായിട്ട് പഠിച്ച് തൊഴിൽ നേടിയിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പം അന്ന് ഇത് കണക്ക് ഒരുപാട് ആൾക്കാർ വരുമാനം നേടിയിരുന്ന മേഖല ഇന്ന് കുറച്ച് പിന്നോട്ടാണ്. എങ്കിലും ഇതിന് സാധ്യത ഒരുപാട് മങ്ങിയിട്ടില്ല. കാരണം ഇന്ന് ടെക്സ്റ്റൈൽസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കോസ്റ്റ്ലി തുണികൾ അല്ലെങ്കിൽ സാരികളുടെ ഡിസൈൻ ചെയ്തേക്കുന്ന സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ മേഖലയിലെ എല്ലാ സർഫസിലും, അതായത് എല്ലാ മെറ്റീരിയലിലും നമുക്ക് സ്ക്രീൻ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും സ്ക്രീൻ പ്രിൻറ്റിംഗ് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സ്ക്രീൻ പ്രിൻറ്റിംഗ് വളരെ വ്യാവസായികമായിട്ട് മിഷനറി വരെ എത്തിക്കഴിഞ്ഞു. ടീഷർട്ടുകളുടെ പ്രിൻറ്റിങ്, അലൂമിനിയത്തിൻ്റെ പ്രിൻറ്റിങ്, മെറ്റൽ പ്രിൻറ്റിങ് എന്ന് വേണ്ട എല്ലാ മാധ്യമങ്ങളിലും നമുക്ക് എല്ലാ മെറ്റീരിയലിലും നമുക്ക് ഈ സ്ക്രീൻ പ്രിൻറ്റിങ് ചെയ്യാൻ പറ്റും. ഇന്ന് നമുക്കറിയാം പ്ലാസ്റ്റിക് ക്യാരി ബാഗെല്ലാം നിരോധിച്ചെങ്കിലും ഇന്ന് പേപ്പർ ബാഗ് അതുപോലുള്ള കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രിൻറ്റിങ്ങുകൾ പണ്ട് കാലത്ത് കല്യാണക്കത്തെല്ലാം സ്ക്രീൻ ആണ് ചെയ്തിരുന്നത്, പക്ഷേ ഇപ്പോഴും നടക്കുന്നുണ്ട്. വിസിറ്റിംഗ് കാർഡുകൾ, സ്റ്റിക്കറുകൾ, ബാനറുകൾ, ഇപ്പോൾ ഫ്ലെക്സൊക്കെ വന്നതിന് ശേഷം ഒരുപാട് നമ്മൾ ആ മേഖല പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മളെ ഒരു ജോലി, അതായത് ഒരു സൈഡ് വരുമാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു പ്രോജക്റ്റോ നമുക്കൊരു ബിസിനസ്സോ എന്തെങ്കിലും സംരംഭങ്ങളുള്ളവർക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്ത് നമ്മളെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ടെക്നോളജിയെ ഉപയോഗിച്ച്, അതായത് യൂട്യൂബിൽ നമുക്ക് സെർച്ച് ചെയ്താൽ എന്തും കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ യൂട്യൂബ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കി അത് സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു പാകത്തിനുള്ളൊരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പോരാകറുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എങ്ങനെയാണെന്നുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, വീഡിയോ 2 പാർട്ടായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ 2 പാർട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോയിലോട്ട് കണ്ട് മനസ്സിലാക്കാം. സ്ക്രീൻ പ്രിൻറ്റിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ നമുക്കൊന്ന് കാണാം. നമുക്കിത് സ്ക്രീനാണ്, തടിയിലെ ഫ്രെയിമാണ്. ഇത് ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് വർക്ക് ചെയ്തതിൻ്റെ ഫ്രെയിം നിങ്ങൾക്ക് അത് തന്നെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ ആണിയൊക്കെ അടിച്ചു വെച്ചേക്കുന്നതായിട്ട് കണ്ടേക്കുന്നത്. അതിലടിക്കാനുള്ള സ്ക്രീനാണിത്. ഇത് നമുക്ക് മീറ്റർ കണക്കിന് മേടിക്കാൻ കിട്ടും. ഇതിന് മെഷ് എന്നാണ് അറിയപ്പെടുന്നത്, സ്ക്രീൻ മെഷ്. അപ്പോൾ ഇതിന് പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ 1200, 500, 900 ഇങ്ങനെ പല രീതിയിലുള്ള മെഷുണ്ട്. ആ മെഷ് മേടിച്ചിട്ട് ആണ് നമ്മളിതിനകത്ത് അടിക്കുന്നത്. അപ്പോൾ ഇതിനെ മെഷിനെ പറയുന്ന അളവ് ഇതിനകത്തുള്ള കണ്ണറ, അതായത് ഗ്യാപ്പ്, എത്രത്തോളം ക്വാളിറ്റിയുള്ള പ്രിൻറ്റിങ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രത്തോളം ക്വാളിറ്റിയുള്ള മെഷ് വേണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ മെഷിൻ്റെ അളവ് പറയുന്നത്. പിന്നെ ഇതാണ് 5 സ്റ്റാർ ഫിലിം. ഇത് വെളിച്ചം കണ്ടുകൂടാ. വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ ഇത് എക്സ്പോസ് ആയി പോകും. അപ്പോൾ ഇത് നമ്മൾ ഡാർക്ക് റൂമിൽ വെച്ചാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേപ്പ് വേണം. പിന്നെ ഇതാണ് നമ്മളിതിൻ്റെ മഷി ഇങ്ക് സ്ക്യൂസ് ചെയ്യുന്ന സ്ക്യൂസർ. അതുപോലെ ജി ക്ലാമ്പ്, നമ്മളിത് സ്ക്രീൻ ഫ്രെയിം ഉറപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ നമുക്ക് സ്ക്രീൻ പ്രിൻറ്റിങ് ചെയ്യുമ്പോൾ 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഫോട്ടോ എമുലേഷൻ വെച്ചും കൊണ്ട് അമോണിയം ബൈക്രോമേറ്റും കൂടി ചെയ്തും കൊണ്ട് നമുക്ക് സ്ക്രീനിൽ ഒരു എക്സ്പോസ് ചെയ്യാനുള്ളൊരു മെത്തേഡ്. പിന്നെ രണ്ടാമത്തെ മെത്തേഡാണ് നമുക്ക് ഈ 5 സ്റ്റാർ ഫിലിം വെച്ചും കൊണ്ടുള്ള മെത്തേഡ്. അപ്പോൾ ഈ 2 മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ആദ്യമായിട്ട് ഞാൻ 5 സ്റ്റാർ ഫിലിമിൽ എക്സ്പോസ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇങ്ക് ഇതാണ്, നമ്മൾ പ്രിൻറ്റിങ് ഇങ്ക്, സ്ക്രീൻ പ്രിൻറ്റിങ് ഇങ്കാണ്. ഇത് PVC മാറ്റ് ഇങ്കാണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ അതിനകത്ത് മിക്സ് ചെയ്യാനുള്ള റെഡ്യൂസറാണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡും കൂടെ നമുക്ക് വേണം. ഹൈഡ്രജൻ പെറോക്സൈഡ് അതിൻ്റെ ഉപയോഗം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഫിലിം എക്സ്പോസ് ചെയ്യുന്ന ബോക്സാണ്. ഈ ബോക്സ് ഇങ്ങനെ ഇരിക്കും. ഇതിനകത്താണ് നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ട മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ സൺലൈറ്റിലോ ഇതിനകത്ത് ട്യൂബ് ലൈറ്റിലോ നമ്മൾ എക്സ്പോസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മെത്തേഡ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഉള്ളൊരു ഉപകരണമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ട്രേസിങ് ഷീറ്റിൽ നമ്മൾ ഇതിനകത്ത് പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളിതിനകത്ത് ഫിലിമും ട്രേസിങ് ഷീറ്റും വെച്ച് ഇതിനകത്ത് പ്രസ് ചെയ്ത് വയ്ക്കാനാണ് ഈ ഒരു സാധനത്തിൻ്റെ ഉപയോഗം. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്യും. ക്ലിപ്പ് ചെയ്യുമ്പോൾ ഇത് ടൈറ്റായിട്ടിരിക്കും. ടൈറ്റായിട്ടിരുന്നതിന് ശേഷം നമുക്കിതിനെ സൺലൈറ്റിൽ കൊണ്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും ഒരു ഉപകരണമാണ്. അപ്പോൾ ഇനി നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഈ സ്ക്രീൻ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യണം, ഇതിനകത്ത് അടിക്കണം. അപ്പോൾ അത് അടിക്കുന്ന മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്റ്റാപ്ലർ പിൻ ഉപയോഗിച്ചാണ് ഇത് അടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാപ്ലർ ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഒട്ടിക്കുന്നത് ഫ്ലെക്സ് ഒട്ടിക്കുന്ന പശ വെച്ച് ഫെവിക്വിക്ക് വെച്ച് നമുക്ക് ഒട്ടിക്കാം. അതുപോലെ തന്നെ ആണി അടിക്കുകയും ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ സ്റ്റാപ്ലർ വെച്ചാണ് ഇത് പിൻ ചെയ്ത് കാണിക്കുന്നത്. സൈഡ് ഇതിനൊക്കെ തെറിച്ച് വരണം. ഈ രീതിയിൽ ടെമ്പർ കിട്ടണം. ഓക്കെ,
ഇനി നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള ടേബിൾ സെറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തൊരു റീപ്പർ നമ്മൾ എന്ത് ചെയ്യണം, വിഷാവരി വെച്ചും കൊണ്ട് ഇത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഫിറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഇനി ഞാൻ കാണിക്കുന്നത്. ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രീൻ പ്രിൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ 2 വിഷാവരി എടുത്ത് 2 സൈഡിലായിട്ട് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിറ്റ് ചെയ്യുന്ന മെത്തേഡ് നമുക്കൊന്ന് കാണാം. ഞാൻ ഇത് ഫിറ്റ് ചെയ്യുന്നത് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 സ്ക്രൂ വീതം അതിനകത്ത് ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്ത് നമ്മൾ ടേബിളിലും അതുപോലെ 2 സ്ക്രൂ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള ഒരു പ്രിൻ്റ് ചെയ്യാനുള്ള ഭാഗം റെഡിയാകും.